ഇങ്ങനെയാണ് കേട്ടോ എളുപ്പത്തിൽ ഞാനൊരു ചിക്കൻ കറി വെക്കുന്നത്. അതിനായിട്ട് ആദ്യം ഒരു പാനിൽ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് സവാള ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. സവാള ബ്രൗൺ നിറമാകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വഴണ്ടാൽ മതിയാവും. ഇനി അതിലേക്ക് തക്കാളി കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി മിക്സി ജാറിലേക്കിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരല്പം എണ്ണ ഒഴിക്കുക. ഇനി അതിലേക്ക് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള സ്പൈസസ് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ 1 സ്പൂൺ മല്ലിപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇതിലേക്ക് ഇടണം. കുഴമ്പ് പരുവത്തിലൊന്നും ഞാൻ അരച്ചിട്ടില്ല കേട്ടോ. ഇനി ഇത് നന്നായി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി ഒന്ന് അടച്ചു വെച്ച് ആവി കയറ്റും. ഇതൊന്ന് ആവി കയറി കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും ഗരം മസാലപ്പൊടിയല്ല ഞാൻ ചേർക്കുന്നത്, പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. അതുകൂടി ചേർത്ത് ഒന്ന് ഇളക്കി വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് അടച്ചു വെച്ച് നന്നായി വേവിക്കണം. ഇത് നന്നായി തിള വന്ന് കഴിയുമ്പോഴാണ് കേട്ടോ ഞാൻ ഉപ്പ് ചേർക്കുന്നത്. അതുകൂടി ചേർത്ത് നന്നായി ഇളക്കി അടച്ചു വെച്ച് നന്നായി വേവിച്ചെടുക്കുക. എളുപ്പത്തിൽ ഞാനിങ്ങനെയാണ് കേട്ടോ ചിക്കൻ കറി വെക്കുന്നത്. എൻ്റെ ഈ ഒരു കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.